ഇത് മണിക്കൂറുകൾ നീണ്ടു നിന്ന പണിയാണ് കേട്ടോ. മീൻകുട്ടനെ ഇറക്കാല. ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായി ടെക് വീഡിയോ തന്നെ ആയപ്പോൾ ഒരു അഭിപ്രായം വന്നു, എവിടെ കുക്കിംഗ് വീഡിയോ. അങ്ങനെ നോക്കിയപ്പോഴാണ് ചീനവലയിൽ ഒരു കിടുക്കാച്ചി ഹമൂറിനെ നമുക്ക് കിട്ടിയതിട്ടാ. ഏകദേശം ഒരു 20 കിലോ വരുന്ന സാധനം. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് വെറൈറ്റി ആയിട്ട് കുഴി കുത്തി പൊള്ളിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ തുടങ്ങിയാലോ മച്ചാന്മാരെ പരിപാടി. ഇനി നമ്മുടെ മുമ്പിൽ കിടക്കണ ഈ ഹമൂറ് കുട്ടനെ നമുക്ക് തൊലിയൊക്കെ ഒന്ന് ചെതമ്പല് കുത്തി സൂപ്പർ സുന്ദര കുട്ടപ്പനാക്കി എടുത്താലാ. നമ്മുടെ മീനിൻ്റെ ചെതമ്പലുത്തിൽ നല്ല രസമുണ്ട് കേട്ടോ, നല്ല വലിയ ചെതമ്പലേ. ഇനി നമ്മുടെ മീനിൻ്റെ ആന്തരാവയവങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണേ. ഇനി നമ്മുടെ മീൻ കൂട്ടനെ നല്ലോണം കഴുകിയെടുക്കാം കേട്ടോ. ഓൾറെഡി നമ്മൾ 2 റൗണ്ട് കഴുകി വെച്ചേക്കണതാണ്. അപ്പോൾ ഉള്ളിലത്തെ ചോരയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴുകി കളഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ മീനൊന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ നമുക്ക്. ഒരു സൈഡ് നമ്മൾ വരഞ്ഞു കഴിഞ്ഞു കേട്ടോ. അതെ, അടുത്ത സൈഡ് തിരിച്ചിട്ട് ഇവിടെ നമ്മൾ വരഞ്ഞു കൊടുക്കുകയാണേ. ഇനി നമ്മുടെ സ്പെഷ്യൽ മസാല ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഓറഞ്ച് ആട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ മല്ലിയില കേട്ടോ. മല്ലിയിലൊക്കെ നല്ലോണം ഒന്ന് അരിഞ്ഞെടുക്കുക. എന്തായാലും നമുക്കിത് അരയ്ക്കാനുള്ളതാണേ. ഇനി നമ്മുടെ മല്ലിയിലയും അതുപോലെ ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളി കേട്ടോ. ഇനി 2 ചെറുനാരങ്ങ വേണം കേട്ടോ നമുക്കൊരു പുളിപ്പിനെ. ഇനി നമ്മുടെ ചെറുനാരങ്ങ നമുക്ക് പിഴിഞ്ഞ് നേരെ നമുക്ക് ജാറിൽ നീരൊഴിച്ച് വെച്ചേക്കാം. അങ്ങനെ നമ്മൾ അരച്ചു കൊണ്ടുവന്നേ. ഇനി ഇതിലേക്ക് നമ്മളിത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണേ. ഇനി കുറച്ച് കാശ്മീർ ചില്ലി പൗഡർ. ഇനി നമ്മളിത് പിങ്ക് സാൾട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, പൊടിച്ചതാണ് കേട്ടത്. ഇനി കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മുടെ മിക്സ് നല്ലോണം നമ്മൾ കുലുക്കി നമ്മുടെ മസാല റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ജാറ് തുറന്ന് നമ്മുടെ സ്പെഷ്യൽ മസാല ഇനി മീനിൽ തേക്കേണ്ട സമയമായിട്ടാ. അപ്പോൾ ഇത് മസാല എടുത്ത് നേരെ നമ്മൾ മീനിൻ്റെ മേത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മുടെ സ്പെഷ്യൽ മസാല എടുത്ത് നേരെ നമ്മുടെ മീനിൻ്റെ ഒക്കെ ഉള്ളിൽ അങ്ങനെ തേച്ച് നമ്മൾ കൊടുക്കുകയാണേ. മസാല ഉണ്ടാക്കുമ്പോൾ ഇതിന് ഈ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ. കുറച്ച് മസാല എടുത്തതിൻ്റെ ഉള്ളിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. വയറിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിക്ക് മസാലയൊക്കെ കയറി കഴിഞ്ഞാൽ മീറ്റിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു സൈഡ് കഴിഞ്ഞു, അടുത്ത സൈഡ്. അങ്ങനെ രണ്ടാമത്തെ സൈഡും നമ്മളിത് ഈ മസാല എടുത്ത് ഒഴിച്ച് തേച്ച് സെറ്റാക്കുകയാണ്. നമ്മുടെ മസാലയൊക്കെ ഇത് കണ്ട് ഈ ഗ്രൂവിൻ്റെ ഉള്ളിൽ കൂടി കറക്റ്റായിട്ട് കയറണോട്ടെ, എന്നാലും നമ്മുടെ മീറ്റൊക്കെ നല്ല വേറെ ലെവൽ ടേസ്റ്റിലേക്ക് എത്തുള്ളൂ. കണ്ടാ കറക്റ്റ് ആഴത്തിൽ നമ്മൾ കുഴിച്ചാണ് ആ മസാലയൊക്കെ തേച്ചേക്കണേ. ഇനിയാണ് മക്കളെ ഒരു സ്പെഷ്യൽ എഫക്റ്റ്. വേറെ ഒന്നുമല്ല, നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മുടെ ഓറഞ്ച് എടുത്ത് നമ്മുടെ മീൻകൂട്ടിന് കുത്തി കയറ്റി വെച്ച് കൊടുക്കണേ. അങ്ങനെ നമ്മുടെ മീൻകൂട്ടിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സെറ്റാക്കണേ. ഇനി നമ്മുടെ മെഷ് നമ്മൾ മടക്കി ഇത് ലോക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ മീനോട് ചേർന്ന് തന്നെ കേട്ടോ നമ്മുടെ മെഷ് മടക്കി കറക്റ്റാക്കി എടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ താഴെ വരുന്ന ഭാഗം നമ്മൾ മെഷ് മടക്കി വെക്കണം മീൻ ചോർന്നു പോകാതിരിക്കാനായിട്ട്. ഇനി നമ്മളുടെ മെഷ് നമ്മൾ കെട്ടിക്കൊടുക്കുകയാണേ. ഇനി നമ്മുടെ കുഴി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ കുഴി ഉണ്ടാക്കാനുള്ള പണി നമ്മൾ തുടങ്ങുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ കുഴി ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് നമ്മുടെ മീനിൻ്റെ പരിപാടികൾ നമ്മൾ തുടങ്ങിയത്. ഇത് മണിക്കൂറുകൾ നീണ്ടു നിന്ന പണിയാണ് കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് ഞാൻ കാണിച്ചു തരുന്നേ. അങ്ങനെ വെച്ചാൽ കുറേ നേരത്തെ പണിക്ക് ശേഷം നമ്മളുടെ കുഴികുത്തൽ കഴിഞ്ഞു. ഇതാണ് ഇപ്പോൾ നമ്മളുടെ കുഴിയുടെ അവസ്ഥ കേട്ടോ. അത്യാവശ്യം നല്ല ആഴത്തിൽ നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെ ഈ ഒരു കുഴിക്ക് നമുക്ക് ഒരു വട്ടം കെട്ടി കൊടുക്കണം. അതിനുള്ള കള്ളും ചെളിയും എടുത്തിട്ട് വരാം. ഇനി നമ്മൾ ഈ ചെളി ചവിട്ടി നല്ല പരുവാക്കി എടുക്കാൻ പോവാണേ. ഇതാണ് ചെളി ചവിട്ടിക്കുഴ. എന്റെ പൊന്നോ, അങ്ങനെ പണി കഴിഞ്ഞ് നമ്മള് മുകളിലെത്തിട്ടാ. മക്കളെ ബാ, കുഴി കത്തിക്കാൻ നേരമായി. അപ്പോൾ ഓൾറെഡി നമ്മളുടെ കുഴി നല്ലോണം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ, തീയിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വിറകിട്ട് അങ്ങനെ കത്തിച്ചു കൊടുക്കുകയാണേ. അങ്ങനെ നല്ല മുട്ടൻ വിറകുകളിട്ടാണ് നമ്മൾ തീ കൊടുത്തേക്കാണ്. തീ നല്ല രീതിക്ക് പിടിച്ചു തുടങ്ങി. കത്തി വരാൻ കുറച്ച് സമയം എടുക്കും. കത്തി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കനലായിട്ട് കിട്ടും കേട്ടോ. ഈ കാണുന്ന കനലിൻ്റെ ചൂടിൽ ഇതിൻ്റെ ഉള്ളിൽ കിടന്നാണ് നമ്മുടെ മീനിന് വെന്ത് കിട്ടാനായിട്ട് പോകുന്നത്. കനലൊക്കെ ഒരുങ്ങിയ സ്ഥിതിക്ക് ഇനി നമ്മുടെ മീൻ കൂട്ടിനെ നമുക്ക് കൊണ്ടുവരാം. വെയിറ്റുണ്ടല്ലേ, അപ്പുറത്തോട്ട് നോക്കോ. മീൻ കൂട്ടിനെ ഇറക്കാല. നമ്മുടെ മെഷീൻ്റെ ഹൈറ്റ് നമ്മൾ ഇച്ചിരി കുറച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അടച്ചു വെക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ നമ്മളിത് രണ്ടാമത് എടുത്തിട്ട് ഒന്ന് മടക്കി വെച്ചു. ഇനിയിപ്പോൾ നമ്മുടെ കുഴിയിലേക്ക് നമ്മുടെ മീനിനെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഴി മൂടാണ് കേട്ടോ. ഇനി നമ്മളുടെ പാത്രത്തിൻ്റെ അരിവൊക്കെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുകയാണ് നമ്മളെ. അങ്ങനെ ചെളി വെച്ച് ഒരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നമ്മളിത് മൊത്തത്തിൽ അടച്ചു കൊടുക്കുകയാണ്. അടച്ചതിന് ശേഷം ഒന്നും എനിക്ക് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ചൂട് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഉള്ളിലെ ചൂടിലാണ് നമ്മുടെ മീൻ കുക്കാവുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറാണ്. അപ്പോൾ ഇനി നമ്മുടെ കുഴി തുറന്ന് നോക്കാനുള്ള നേരമായിട്ട്. അപ്പോൾ നമ്മൾ ഇട്ട് വെച്ചേർന്ന എക്സ്ട്രാ ചെളിയൊക്കെ എടുത്ത് മാറ്റാം നമുക്ക്. പൊക്കിക്കോ മോനെ, ചൂടുണ്ടാവേ. ചെറിയ ചൂടുണ്ടല്ലേ. കമ്പിമെന്ന് നമ്മൾ ഏകദേശം ഒരു 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇട്ടായിരുന്നു. എന്നാലും കമ്പിമെന്ന് ചൂട് പോയിട്ടില്ല. നമ്മുടെ ഐറ്റം തേനാ പൊന്തി വന്നിട്ടുണ്ട്. മക്കളെ പൊക്കി പിടിച്ചവനെ. ഇതാണ് മക്കളെ നല്ല ചെറു ചൂടിൽ നമ്മൾ ചുട്ടെടുത്ത നമ്മളുടെ മുതൽ. ഇനി തന്നെ ടേബിളുമ്പോൾ കൊണ്ടുവച്ചിട്ട് കാട്ടിത്തരാം. അങ്ങനെ നമ്മുടെ ടേബിളിലെത്തിയ മീനെ നോക്കി യാതൊരുവിധ ഒടച്ചിൽ കാര്യങ്ങളും ഇല്ലാണ്ട് നമ്മൾ വെച്ച പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മെഷ് വെച്ച് ഇങ്ങനെ നമ്മൾ കുത്തനെ ചെയ്തോളുള്ള ഗുണം ഇതാണ്. ഇതിൻ്റെ സ്കിന്നൊന്നും പോവാതെ നല്ല ലെവലായിട്ട് നിൽക്കും. അങ്ങനെ മച്ചാന്മാരെ 4 മണിക്കൂർ സ്ലോ കുക്ക് ചെയ്ത് കനലിലിട്ട് കുഴിയിലിട്ട് ചുട്ട നമ്മളുടെ മീൻ ഇനി നമ്മൾ എടുക്കാൻ പോവാണ്. എനിക്ക് എപ്പോഴും ഇഷ്ടം തലയുടെ അവിടുത്തെ പീസാട്ടാ. ഈ സംഭവം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടാ. ഓക്കെ, നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ കണ്ട ലെയറായിട്ട് കേട്ടാ. ആകുമ്പോൾ കണ്ട അതിൻ്റെ ഉള്ളിൽ നിന്ന് മസാല കൂടി കൂട്ടിയെടുത്താലേ അതിൻ്റെ രസം വരുള്ളൂ. ഇപ്പോൾ നമ്മൾ എടുത്തപ്പോൾ പുറത്ത് ഔട്ടർ സ്കിൻ ഇങ്ങനെ ഇതായിട്ടാണ് വന്നത്. കണ്ടാ, ഇതേ കണ്ട സംഭവം നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട്. മോനെ ഇത് ബണ്ണൊന്ന് കീറിയടാ. ഇത് കഴിക്കുന്ന ഒരു രീതിയിൽ കേട്ടോ. നമ്മൾ ഒരു അറേബ്യൻ സ്റ്റൈലാണ് പിടിക്കുന്നത്. അപ്പോൾ അവരുടെ ഗുബൂസിന് പകരം നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ബണ്ണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മുടെ മീറ്റ് എല്ലാവരും സെറ്റാക്കും ഇതുപോലെ. അത് അതിന് ശേഷം എന്തേ ഫ്ലേവറിന് നമ്മൾ വെച്ചേർന്ന ഓറഞ്ച് ഇതിലേക്ക് അങ്ങോട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീര് കണ്ട നീരങ്ങോട്ട് എടുക്കുക. പിന്നെ മീൻ വിച്ച്, പിന്നെ ദേ നമ്മുടെ ഇലക്കറികൾ ഒരു പീസ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. പിന്നെ നമ്മുടെ കണ്ട തലയുടെ അവിടുത്തെ മീറ്റ് കണ്ടാ ഉള്ളിലേക്ക്
മസാല ഇച്ചിരി കുറവുണ്ടെന്ന് തോന്നണവർക്ക് വേണ്ടി മാത്രം. ചിലവർക്ക് മസാലയൊക്കെ ഭയങ്കര ഫ്ലേവർ വേണ്ടി വരും. എനിക്ക് കുറേ വേണം. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സ്പെഷ്യൽ വഴറ്റിയെടുത്തൊരു മസാലയുണ്ട്. ഇതുകൂടി നമ്മൾ ഇട്ടിട്ടൊരു പിടി കൊണ്ട് പിടിക്കും കേട്ടോ. അങ്ങനെയല്ല കഴിക്കണ്ടേ. മോനെപ്പോള് ഒരു രക്ഷയില്ലതേ എന്താ കിടുക്കാച്ചി സാധനം എന്താ കിടുക്കാച്ചി കുറച്ചുകൂടി മീറ്റ് കേട്ടാ. എങ്ങനെയുണ്ട് സാധനം? നല്ല സാധനം. ഞാൻ കഴിച്ചോളാം. വന്നിട്ട് ഞാൻ കഴിച്ചോളാം. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കാണ്ട് ഞാൻ കഴിച്ചോളാം. മീനെടുത്ത് അങ്ങോട്ട് കഴിക്കേ. പിന്നെ 2 ദിവസത്തേക്ക് അരി ഭക്ഷണമില്ല, മീൻ തന്നെ ഉണ്ട് എല്ലാവർക്കും. പിള്ളേർക്കൊക്കെ തൊട്ട് മീനാണ് എല്ലാ ദിവസവും. നല്ല ഫുൾ പ്രോട്ടീനാണ്. എന്തിട്ടാ ഇതെന്നാ എൻ്റെ വാരിയല് നല്ല ആനക്കൊമ്പൊക്കെ പൊല്ലിരിക്കണ മുള്ളുട്ടാ. അങ്ങനെ മച്ചാന്മാരെ ഇന്നത്തെ വീഡിയോ ഹമൂർ നമ്മൾ കുഴിയിലിട്ട് ചുട്ട വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരേക്കാണ്. ഇത് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്താണ്. അപ്പോൾ പ്രവീൺ മച്ചാൻ എങ്ങനെയുണ്ടായിരുന്നു? സംഭവം ഇഷ്ടമായോ? ഇഷ്ടായി മക്കളെ എങ്ങനെയുണ്ടായിരുന്നു? കൃത്യമായിട്ടുള്ളൊരു റിവ്യൂ ആണ് എനിക്ക് വേണ്ടത്. എവിടെയെങ്കിലും ഷെർലക് ഹോംസ്. യെസ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട മച്ചാന്മാരെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് നമ്മുടെ കമന്റ് ബോക്സ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അതിற்கு വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇനി അടുത്തൊക്കെ ചിലപ്പോൾ ടെക് വീഡിയോസ് ആയിരിക്കുള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പിന്നെ വരാട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ പറ്റി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാരെ ഇതിലുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.